ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നത് ബിരിയാണി റൈസ് വെച്ചിട്ടല്ല, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള റേഷൻ അരി വെച്ചിട്ടാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ബിരിയാണി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട്, പുഴുങ്ങലരി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 തവണ കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റേഷനരിയുടെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതങ്ങ് മാറിക്കിട്ടും, നന്നായിട്ട് കുതിർന്നും കിട്ടും. അരി ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഈ സമയം കൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ചേർക്കാം. 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അപ്പം ഞാനിവിടെ 2 കപ്പ് അരി എടുത്തതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കപ്പിലാണോ അരി അളന്നെടുക്കുന്നത്, അതേ ഗ്ലാസും കപ്പും തന്നെയാണ് വെള്ളം അളക്കാനും വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല, കുഴഞ്ഞു പോകത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, അരി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേവ് കുറവായ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. പിന്നെ ഈ വെള്ളം മുഴുവനായി വറ്റിച്ചെടുക്കാൻ വേണ്ടി നിൽക്കണ്ട. നമ്മൾ മസാലയായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ചോറ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതേ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം വെള്ളം ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. റൈസ് റെഡിയായാൽ തന്നെ ബിരിയാണിയുടെ പകുതി പണി കുറഞ്ഞു. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാഷ്നട്ടും കിസ്മിസും പിന്നെ ഒരു സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഓയിൽ മാത്രം എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം സൈസ് ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, 6-7 ചുവന്നുള്ളി, ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണിത്. നമുക്ക് ഇതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ബിരിയാണിയുടെ കാര്യത്തിൽ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ റോസ്മെല്ല് മാറിയാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് തക്കാളി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കേണ്ട, പകുതി ചേർത്താൽ മതിയാവും. അപ്പോൾ റൈസിൻ്റെ കൂടെ മാത്രമല്ല മസാലയുടെ കൂടെ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചിക്കൻ മസാലയിലൊക്കെ പഞ്ചസാര ചേർക്കാറില്ലേ, അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു മധുരം മസാലയ്ക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പൈനാപ്പിൾ ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില കുറവാണ്, വാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് റൈസിലേക്കും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ് മസാലയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ മുട്ടയിൽ ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം, എഗ് മസാലയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. ചൂടായ ഈ മസാലയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസില്ലേ, റേഷൻ അരി വെച്ച് തയ്യാറാക്കിയ ബിരിയാണി റൈസും ഈ മസാലയും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് മസാലയും റൈസൊക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ സൈഡിലും അടിയിലൊക്കെ ആയിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അപ്പം ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഞാൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ചേർക്കുന്നുണ്ടെങ്കിൽ റൈസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മസാല ചേർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ബാക്കി വന്ന കുറച്ച് മല്ലിയിലയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും എഗ് മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇടവിട്ട് ചേർത്തുകൊണ്ടേയിരിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ റൈസും മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. അപ്പം ഞാനൊരു പഴയ പാന് ചൂടാക്കിയിട്ടുണ്ട്. ആ പാനിൻ്റെ മുകളിലായിട്ട് ഈ നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെക്കാം. ഡയറക്റ്റ് സ്റ്റൗവിൽ വെക്കുന്നതിന് പകരമാണ് പാനിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഹോൾസൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം, ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ലോ ഫ്ലെയിമിൽ നമുക്കിത് വെക്കാം. ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മസാലയും റൈസും റെഡിയായാൽ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. അങ്ങനെ നമ്മുടെ റേഷൻ അരി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി, എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റേഷൻ അരിയാണ്, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും തയ്യാറാക്കാതിരിക്കരുത്. നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു സമയത്ത്, ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ബിരിയാണി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ബിരിയാണി റൈസ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് റേഷൻ അരി ഉണ്ടല്ലോ, നല്ല അടിപൊളി ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കുകയും വേണം. ഈ ഒരു എഗ് ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ബിരിയാണി റൈസിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്